ഇന്ന് ഞാൻ ഓർത്തു ഡിന്നറിന് സുഷി ബേക്ക് ഉണ്ടാക്കാന്ന്. അപ്പൊ അതെങ്ങനെയാ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളെ കാണിക്കാവേ. അപ്പൊ ആദ്യം തന്നെ 2 സാൽമൺ അതല്ലെങ്കി ട്യൂണ നിങ്ങക്കിഷ്ടമുള്ള ഇങ്ങനത്തെ ഏത് മീൻ വേണേലും എടുക്കാം. അപ്പൊ ഞാൻ സാൽമണാ എടുത്തത്. പിന്നെ അത് നമുക്കിഷ്ടമുള്ള രീതിയില് സീസണിങ് ചെയ്യാം. ഞാൻ ഉപ്പും, പെപ്പറും, കുറച്ച് ജിഞ്ചർ പൗഡറും ഇട്ടു. എന്നിട്ട് 375 ഡിഗ്രിയില് ഒരു 10 മിനിറ്റ് ഓവനിൽ വെക്കാവേ. പിന്നെ ഇമിറ്റേറ്റഡ് ക്രാബ് ലെഗ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽ എക്സ്പെൻസീവ് ക്രാബിൻ്റെ ഇത് മീറ്റ് യൂസ് ചെയ്യാം. ഞാൻ എക്സ്പെൻസീവ് അല്ല ഞാനിതാ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കണം കേട്ടോ. ഞാൻ ഈ കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ബൗളിൽ ഇങ്ങനെ എല്ലാം വെട്ടി ഇങ്ങനെ 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 വെട്ടി കുഞ്ഞു 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 പീസസ് ആക്കി. ഇങ്ങനെ കുഞ്ഞു പീസസ് ആയിട്ട് ഇരിക്കുന്നതാ നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആവുമ്പോൾ നല്ല ഇതായിരിക്കും. പിന്നെ നമ്മുടെ സാമൺ വെന്ത് കഴിയുമ്പം അത് നമ്മൾ ഇതിനകത്തോട്ടിടും. ഇതിനകത്തോട്ടിട്ടിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഫോർക്ക് ഉപയോഗിച്ചാ മിക്സ് ചെയ്തത്. അതല്ല കൈകൊണ്ട് മിക്സ് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻറ്റ്സ് അതിനകത്തിടും. പിന്നെ ക്രീം ചീസ്. ഇത് ഈ എന്നാ ഈ ഈ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഏത് വേണേലും യൂസ് ചെയ്യാം. ഞാന് ഡിലൻസിൽ പോയപ്പോ അതാ കണ്ടത്. അപ്പൊ അതെടുത്തു. പിന്നെ ഇത് ജാപ്പനീസ് മേയോ. ഇതും നമുക്ക് സാദാ മേയോയും ഉപയോഗിക്കാം. ജാപ്പനീസ് മേയോ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പിന്നെ ശ്രീരാച്ച ഞാൻ സിരിച്ചാന്ന് പറയും. അതിന്റെ മേയോ ശ്രീരാച്ച മേയോ അത് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നല്ല സ്പൈസി ആയിട്ട് ഉള്ളതും ഇല്ലേ അതും ആണേലും മതി. പിന്നെ ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നല്ല കുഴച്ച് ദേ ഈ പരുവത്തിലാകും. നന്നായിട്ട് കുഴക്കണം കേട്ടോ. അപ്പത്തേനും നമ്മുടെ റൈസ് നമ്മൾ ബേക്കിംഗ് ബൗളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ പരത്തി വെക്കണം. ഈ റൈസ് ജാസ്മിൻ റൈസാ കേട്ടോ. അതല്ല സുഷി റൈസ് അല്ലെങ്കിൽ എന്താ സ്റ്റിക്കി റൈസ് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല സുഷി ഇത് എന്നാ പറയാ അങ്ങനത്തെ റൈസ് ഉപയോഗിക്കാം എന്നാ ഞാൻ ഉദ്ദേശിച്ചേ. എന്നിട്ട് ഇതേണ്ടേ ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ്, സെക്കൻഡ് ലെയർ നമ്മൾ ഉണ്ടാക്കി വെച്ച അതും കൂടെ ഇങ്ങനെ പരത്തി വെക്കുക. എന്നിട്ട് 400 ഡിഗ്രിയിൽ 10 തൊട്ട് 15 മിനിറ്റ് വരെ ഓവനിൽ വെക്കുക. എന്നിട്ട് വെളിയിലെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ അതിൻ്റെ മേളിൽ നമ്മുടെ മേയോയും ഇതൊക്കെ ആഡ് ചെയ്തു. പിന്നെ എന്താ സീവീഡ് റാപ്പ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അത് ഓപ്ഷനാ. അതല്ലെങ്കിൽ ഈ ബൗളിൽ നിന്ന് ചുമ്മാ സ്പൂണിൽ കോരി തിന്നാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കും മൈൽസിനും സീവീഡ് ഇഷ്ടമാ. എന്നെക്കാളും ഇഷ്ടം മൈൽസിനാ. അതുകൊണ്ട് നമ്മൾ സീവീഡ് കൂട്ടി തിന്നു. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ്.